ലൈഫിൽ പല സമയങ്ങളിലും നമുക്ക് പല ഡിസിഷൻസും എടുക്കണമെന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഡിസിഷൻ തെറ്റായിട്ട് പോവോ എന്നുള്ള ഒരേ ഒരു ചിന്ത കാരണം, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഒരു ധൈര്യക്കുറവ് കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ നമുക്ക് പലപ്പോഴും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നിയാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ടല്ലേ. അതിനുശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം അന്ന് ഞാൻ ആ റൈറ്റ് ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ അന്ന് ആ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ എന്നുള്ള ഒരു റിഗ്രറ്റ് നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ തോന്നാറുള്ള ഒരു കാര്യമാണ്. അപ്പം റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പിന്നീട് അതിനെ ഓർത്തൊരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇപ്പം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം നമുക്ക് വലിയ ഡിസിഷൻസും കാര്യങ്ങളും ഒന്നും നമുക്കിപ്പം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത് ഈ നമ്മൾ പഠിക്കുന്ന കാലങ്ങളിൽ നമ്മളുടെ പഠനം, അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബെസ്റ്റാക്കി നമ്മളുടെ പാരൻസിനെയും ഏറ്റവും ഉപരി നമ്മളെ തന്നെ പ്രൗഡാക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ വെക്കേഷൻ ആണെന്ന് മിസ്സിനറിയാം. ഇനി നിങ്ങൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, എല്ലാവരും ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ തുടങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. എക്സാം വരുന്നതിൻ്റെ തലേ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാം, ഇതിലൊന്നും വലിയ കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക മക്കളും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വർഷങ്ങളിലും ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരും. നമുക്കറിയാം കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ, അന്ന് ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇതെല്ലാം കൂടെ പ്രഷറൈസ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട ഒരു അവസ്ഥ വരുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. അപ്പോൾ പല സമയങ്ങളിലും കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ വർഷങ്ങളിലും നമ്മളുടെ പാറ്റേൺസ് മാറുകയാണ് ഫുള്ളായിട്ടുള്ള മാർക്കുകൾ വാങ്ങാനുള്ള അവസരങ്ങൾ കുറയാണ്. അതായത് നമ്മളിപ്പം ഫുള്ളായിട്ടുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ച് മുക്കും മൂലയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ പരീക്ഷകളെല്ലാം വന്നു പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിക്കൊണ്ട്, അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ പഠിച്ചു പോയാൽ മാത്രം മതി എന്ന് വിചാരിച്ച് നമുക്ക് ഫുൾ മാർക്കിലേക്കും ഫുൾ A+ലേക്കും എത്താൻ എന്ന് പറയുന്നത് ഇനി നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. പിന്നീട് ആ ഡിസിഷൻ നമ്മൾ എടുത്തില്ല, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പം തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കുട്ടികൾക്ക് എവിടെയാണ് എത്തേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഫുൾ മാർക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, അയ്യോ എല്ലാവർക്കും ഒന്നും ഫുൾ മാർക്ക് കിട്ടത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ആ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നതിലുള്ള ആളല്ല എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഫുൾ മാർക്ക് വാങ്ങിച്ചു വരുന്ന എല്ലാ മക്കളും ബോൺ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ആർക്കും ഇത് പറ്റാത്തൊരു കാര്യമല്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ഫുൾ A+ എന്ന് പറയുന്നത്. അല്ലാതെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യമേ അല്ല. അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് നേടിയെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളും കറക്റ്റായിട്ടുള്ള സമയത്ത് അത് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ഒരു ഇയറിലേക്ക്, പുതിയൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ കറക്റ്റായിട്ട് ഈ വർഷം ഞാൻ പഠിച്ചു പോകും എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് എനിക്ക് എത്താവുന്നതേ ഉള്ളൂ എന്ന്. മിസ് ഒരിക്കലും പറയില്ല ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല എന്നല്ല മിസ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളായിട്ട് സ്വന്തമായിട്ട് അത് പഠിച്ച് ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് കുറച്ച് മടുപ്പ് വന്നു പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഇനിയിപ്പോൾ ഇതിൽ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളത് ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പം അതിന് പകരം നിങ്ങൾക്ക് എല്ലാം ഒരാൾ തരികയാണല്ലേ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നു, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് തരുന്നു, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണല്ലേ എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് പറഞ്ഞു തരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തരുന്നു, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ വെച്ച് തരാൻ വേണ്ടി ഒരാളുണ്ടായെങ്കിൽ പിന്നെ എന്താ ഇത്ര പഠിക്കാനുള്ളത് അല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രം ഒന്ന് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാം നിങ്ങളുടെ കയ്യിൽ വെച്ച് തരാൻ വേണ്ടി നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാമിനറിൻ്റെ ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാം. അത് റൈറ്റ് ആയിട്ടുള്ള ടൈമിലൂടെ എടുക്കണം അല്ലേ? അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു റൈറ്റ് ഡിസിഷൻ നിങ്ങൾ ഇപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അതായത് ആ ഒരു ഡിസിഷൻ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളത് എക്സാമിനറിൻ്റെ ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരുപാട് മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറയാം. കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ലൈവ് സെഷൻസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർക്ക്ഷീറ്റ്സ്, അതുപോലെ എക്സാംസ്, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എക്സാംസ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതൊന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എൻ്റെ കുട്ടികൾക്ക് വളരെയധികം ആഗ്രഹമുള്ള മക്കളുണ്ടാവും. സോ വേഗം തന്നെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഓപ്പൺ ആയിട്ട് ചോദിച്ചുകൊണ്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. സോ ഈ ഒരു റൈറ്റ് ടൈം, ഇതൊരു റൈറ്റ് ആയിട്ടുള്ള ടൈമാണ്. ആൻഡ് ഈ റൈറ്റ് ടൈമിൽ നിങ്ങൾ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഈ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇയർ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് റിസൾട്ട് വരുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടെ മാത്രമായിരിക്കും നമ്മളത് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആലോചിച്ചെടുക്കുക. താങ്ക് യു.